ലോകം ഉറ്റുനോക്കുന്ന പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ ആഗോള സാമ്പത്തിക ക്രമത്തെ തന്നെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ടിരിക്കെ അതീവ നിർണായകരമായ ഒരു നയതന്ത്ര നിലപാടുമായി ഇന്ത്യ രംഗത്തെത്തിയിരിക്കുകയാണ്. ആഗോള ഇന്ധന വിപണിയുടെ സ്ഥിരാകേന്ദ്രമായ ഹോർമുസ് കടലിടുക്കിന്റെ സുരക്ഷയെക്കുറിച്ചുള്ള ഇന്ത്യയുടെ ആശങ്കയും ആവശ്യവുമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ഹോർമുസ് കടൽപാത പൂർണ്ണമായും സ്വതന്ത്രമാകണമെന്നും അവിടെ തടസ്സങ്ങളില്ലാതെ സുരക്ഷിതമായ കപ്പൽ നീക്കം സാധ്യമാകണമെന്നും ഇന്ത്യ ഔദ്യോഗികമായി ആവശ്യപ്പെട്ടു കഴിഞ്ഞു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് ദില്ലിയിൽ വെച്ച് രാജ്യത്തിന്റെ ഈ ഉറച്ച നിലപാട് ആവർത്തിച്ച് വ്യക്തമാക്കിയത്. ഭാരതത്തിന്റെ ഊർജ്ജ സുരക്ഷയ്ക്കും ആഗോള വ്യാപാരത്തിനും ഹോർമുസ് കടലിടുക്ക് എത്രത്തോളം പ്രധാനമാണെന്ന് അടിവരയിടുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ ഒമാൻ വിദേശകാര്യമന്ത്രിയുടെ സാന്നിധ്യത്തിലായിരുന്നു ഈ സുപ്രധാന പ്രഖ്യാപനം എന്നതും ഇതിന്റെ നയതന്ത്ര പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. പശ്ചിമേഷ്യയിലെ യുദ്ധസമാനമായ സാഹചര്യങ്ങൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കും വ്യാപിക്കരുതെന്ന് ഇന്ത്യയും ഒമാനും ഒരേ സ്വരത്തിൽ ആവശ്യപ്പെട്ടു. സമുദ്രപാതകൾ സംഘർഷ മേഖലകളായി മാറുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയുടെ നട്ടലൊടിക്കുമെന്ന മുന്നറിയിപ്പാണ് വിദേശകാര്യ മന്ത്രാലയം നൽകുന്നത്. ഹോർമുസ് പ്രതിസന്ധി പരിഹരിക്കാനും രാജ്യത്തിന്റെ ഇന്ധന സുരക്ഷ ഉറപ്പാക്കാനും ഇന്ത്യ ഇപ്പോൾ നയതന്ത്ര തലത്തിൽ ബഹുമുഖ ചർച്ചകളാണ് ഊർജ്ജമാക്കിയിരിക്കുന്നത്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുവടുവയ്പായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി അമേരിക്കൻ ഊർജ്ജ സെക്രട്ടറിയുമായി ദില്ലിയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ കാരണം ഇന്ത്യ നേരിടുന്ന LPG ഇറക്കുമതിയിലെ കുറവ് പരിഹരിക്കാൻ അമേരിക്കയുടെ സഹായം ഇന്ത്യ തേടിയിട്ടുണ്ട്. പ്രതിസന്ധി ഘട്ടത്തിൽ ഇന്ത്യക്ക് ആവശ്യമായ അധികം ഇന്ധന വിതരണം ഉറപ്പാക്കാനും ഊർജ്ജ മേഖലയിൽ പൂർണ്ണ പിന്തുണ നൽകുമെന്നും അമേരിക്കൻ ഭരണകൂടം ഉറപ്പു നൽകിയതായാണ് വിവരം. വെറും ഇന്ധന വിതരണത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ ചർച്ച. ദീർഘകാല അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ ഊർജ്ജ സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ട് ആണവോർജ്ജ രംഗത്ത് കൂടുതൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചും ഇരു രാജ്യങ്ങൾ വിശദമായി സംസാരിച്ചു. ഹോർമുസ് കടലിടുക്കിലെ തടസ്സങ്ങൾ ഇന്ത്യയുടെ ആഭ്യന്തര വിപണിയെയും സാധാരണക്കാരെയും ബാധിക്കാതിരിക്കാൻ ബദൽ വിതരണ ശൃംഖലകൾ വികസിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇറാൻ-ഇസ്രായേൽ സംഘർഷം അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തെ ബാധിക്കുന്നത് ആഗോള വിപണിയിൽ വിലക്കയറ്റത്തിന് കാരണമാകുമെന്ന് ഇന്ത്യ ലോകരാഷ്ട്രങ്ങളെ ബോധിപ്പിച്ചു കഴിഞ്ഞു. പശ്ചിമേഷ്യയിലെ സമാധാനം എന്നത് കേവലം രാഷ്ട്രീയ വിഷയമല്ല, മറിച്ച് ആഗോള ചരക്ക് നീക്കത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്ന സന്ദർശനമാണ് ഇന്ത്യ നൽകുന്നത്. ഹോർമുസിലെ ഓരോ ചലനവും ഇന്ത്യയുടെ സാമ്പത്തിക ഭദ്രതയെ നേരിട്ട് ബാധിക്കുന്നതിനാൽ അതീവ ജാഗ്രതയോടെയാണ് വിദേശകാര്യ മന്ത്രാലയം ഈ വിഷയത്തിൽ ഇടപെടുന്നത്. എന്തുകൊണ്ടാണ് ഹോർമുസ് കടലിടുക്ക് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും തന്ത്രപ്രധാനമാകുന്നത്? ആഗോള തലത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ 1/5 കടന്നുപോകുന്ന ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ സമുദ്രപാതയാണിത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സുരക്ഷ എന്നത് കേവലം ഒരു പ്രാദേശിക വിഷയമല്ല, മറിച്ച് ആഗോള സമ്പദ് വ്യവസ്ഥയുടെയും പ്രത്യേകിച്ച് ഇന്ത്യയുടെയും നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. പശ്ചിമേഷ്യൻ പ്രതിസന്ധി ആരംഭിച്ചതോടെ ഈ കടൽപാതയിലേക്കുള്ള ചരക്ക് നീക്കം വലിയ വെല്ലുവിളിയാണ് നേരിടുന്നത്. ഇസ്രായേൽ ഇറാൻ യുദ്ധ സാഹചര്യത്തെ തുടർന്ന് ഇറാൻ ഹോർമുസ് കടലിടുക്കിൽ ഭാഗികമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് ഇന്ത്യയെ നേരിട്ട് ബാധിച്ചു കഴിഞ്ഞു. രാജ്യത്തേക്കുള്ള പെട്രോളിയം വാതക ഇറക്കുമതിയിൽ 40% കുറവാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ രേഖപ്പെടുത്തിയത്. ഇത് ആഭ്യന്തര വിപണിയിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാനിടയുണ്ട്. നിലവിൽ ചില ഇന്ത്യൻ കപ്പലുകൾ കടന്നുപോകാൻ ഇറാൻ അനുമതി നൽകിയിട്ടുണ്ടെങ്കിലും ഇത് സുസ്ഥിരമായൊരു പരിഹാരമല്ലെന്ന് ഇന്ത്യ വിശ്വസിക്കുന്നു. സമുദ്രപാതകൾ അനിശ്ചിതത്വത്തിലാകുന്നത് ഇൻഷുറൻസ് നിരക്കുകൾ വർദ്ധിപ്പിക്കാനും ഇതുവഴി ഇന്ധനവില കുതിച്ചുയരാനും കാരണമാകും. ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങളുടെ പകുതിയിലധികവും പശ്ചിമേഷ്യയെ ആശ്രയിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഹോർമുസ് കടലിടുക്ക് സ്വതന്ത്രമായി നിലനിൽക്കേണ്ടത് രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ടാണ് അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യ ഈ വിഷയത്തിൽ ഇത്രയും ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത്. ആഗോള ഊർജ്ജ വിപണിയിലെ അനിശ്ചിതത്വങ്ങൾ നീക്കാനും ഇന്ത്യയുടെ ആഭ്യന്തര വിപണിയെ സംരക്ഷിക്കാനും കേന്ദ്ര സർക്കാർ നടത്തുന്ന നയതന്ത്ര നീക്കങ്ങൾ വരും ദിവസങ്ങളിൽ കൂടുതൽ ഫലം കാണുമെന്നാണ് രാജ്യം പ്രതീക്ഷിക്കുന്നത്. ഹോർമുസ് കടൽപാത പൂർണ്ണമായും സ്വതന്ത്രമാക്കുന്നതിലൂടെ ഇന്ത്യയുടെ മാത്രം സുരക്ഷയല്ല, മറിച്ച് ആഗോള വിപണിയുടെ തന്നെ സുസ്ഥിരതയാണ് നാം ലക്ഷ്യമിടുന്നത്. ഓരോ തടസ്സവും സാധാരണക്കാരന്റെ ജീവിത ചെലവിനെ ബാധിക്കുമെന്ന ബോധ്യം വിദേശകാര്യ മന്ത്രാലയത്തിനുണ്ട്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും നടത്തുന്ന ഈ ഇടപെടലുകൾ ഇന്ത്യയുടെ രാജ്യാന്തര നയതന്ത്ര കരുത്തു തെളിയിക്കുന്നതാണ്. ഇറാൻ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളുമായി നടത്തുന്ന ചർച്ചകളുടെ പുരോഗതിയും പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പുതിയ വാർത്തകളും ഇനി നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാൻ കഴിയും. തന്ത്രപ്രധാനമായ ഈ കപ്പൽ പാതയിലെ ഓരോ ചലനവും ഇന്ത്യയുടെ സാമ്പത്തിക ഭാവിയെ എങ്ങനെയൊക്കെ ബാധിക്കുമെന്ന് ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് വ്യക്തമായി അറിയാം.